അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഹംസ റളിയല്ലാഹു അൻഹുവിൻ്റെ ദാരുണമായ രക്തസാക്ഷിത്വം, അതും ചതിയിൽ ഹംസ റളിയല്ലാഹു അൻഹുവിനെ പോലെ സേനയുടെ നട്ടെല്ലായ ഒരാളെ കൊന്നു എന്നത് വല്ലാത്ത പകയും പ്രതികാര ചിന്തയും ഉണ്ടാക്കി മുസ്ലിം സേനയ്ക്ക്. പിന്നെ ഒരു പോരാട്ടമായിരുന്നു. സഹാബിമാർ തക്ബീറുകൾ ഉച്ചത്തിൽ ഉച്ചരിച്ചുകൊണ്ട് വലിയ പോരാട്ടം നടത്തി. കണ്ണഞ്ചിപ്പിക്കുന്ന പോരാട്ടം, ജീവൻ മരണ പോരാട്ടം എന്നൊക്കെ നമ്മൾ പറയാറില്ലേ, എന്നതുപോലെയുള്ളൊരു പോരാട്ടം. ആ പോരാട്ടത്തിൻ്റെ ഒപ്പം മഹാനായ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതുപോലെ കുന്നിൻ്റെ മുകളിൽ നിന്ന് അമ്പിൻ്റെ മഴ കൂടി പെയ്യാൻ തുടങ്ങിയതോടുകൂടെ ഖുറൈശികൾ അടിപതറി. യുദ്ധം തുടങ്ങിയപ്പോൾ തന്നെ ഖാലിദ് ബിൻ വലീദ്, സമർത്ഥനായ ഖാലിദ് ബിൻ വലീദ് മനസ്സിലാക്കിയിരുന്നു, മുസ്ലിങ്ങളുടെ ഏറ്റവും വലിയ ശക്തി അവരുടെ കയ്യിലെ ആയുധങ്ങളല്ല, അവരുടെ നിരയിലെ പോരാളികളല്ല, മറിച്ച് തന്ത്രപ്രധാനമായ ആ കുന്നിൻ മുകളിലെ 50ഓളം പേര് വരുന്ന ആ അമ്പെയ്ത്തുകാരാണ് എന്ന്. ആ അമ്പെയ്ത്തുകാരെ വീഴ്ത്താൻ ശരിക്കും പറയുന്നത് അബു അംർ റാഹിബ് എന്ന് പറയുന്ന ആളുടെ നേതൃത്വത്തിൽ 3 പ്രാവശ്യം ശ്രമം നടക്കുകയുണ്ടായി. കാരണം അവർക്കൊക്കെ അത് മനസ്സിലായിരുന്നു. പക്ഷേ അവരൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. അവർ ശക്തമായി ചെറുത്തു നിന്നു. ഇങ്ങനെ യുദ്ധക്കളത്തിലും കുന്നിൻ്റെ മുകളിലും ഒരേ സമയം ജാഗരൂകരായി ആയുധപ്രയോഗം നടത്തിയതോടുകൂടെ ഖുറൈശികൾ ഏതാനും നിമിഷങ്ങൾക്കകം പിന്തിരിയാൻ തുടങ്ങി. മെല്ലെ മെല്ലെ പിന്തിരിയുകയായിരുന്നു ആദ്യം. പക്ഷേ മെല്ലെ മെല്ലെ പിന്തിരിയുമ്പോഴേക്ക് ഒരുപാട് ജീവൻ നഷ്ടപ്പെടുമെന്ന് കണ്ടതിനാൽ അവർ പിന്നെ ഓടുകയായിരുന്നു. എല്ലാവരും ഓടി, സ്ത്രീകൾ വരെ ഓടി. സഅദ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, യുദ്ധത്തിൻ്റെ രംഗം റിപ്പോർട്ട് ചെയ്യുന്ന ബറാ ബിൻ ആസിബ് റളിയല്ലാഹു അൻഹുവിനെ പോലുള്ളവർ പറയുന്നുണ്ട്, സ്ത്രീകളുടെ കാലിലെ പാദസരങ്ങളുടെ, ഏതോ അപരിഷ്കൃതമായ കാലത്തെ പാദസരങ്ങളാണല്ലോ, അതിൻ്റെ വലിയ ശബ്ദമൊക്കെ ഇങ്ങനെ കേൾക്കുമായിരുന്നു എന്ന്. യുദ്ധം കഴിഞ്ഞു. വളരെ പെട്ടെന്ന് യുദ്ധം അവസാനിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സൈനിക വിന്യാസത്തിൻ്റെ കരുത്തായിരുന്നു അത്. അങ്ങനെ യുദ്ധം അവസാനിച്ചു. മക്ക സേന പിന്നോട്ട് മാറി എന്ന് കണ്ടപ്പോൾ സഹാബിമാർ ഗനീമത്തുകളെല്ലാം വാരിക്കൂട്ടാൻ തുടങ്ങി. ഗനീമത്തുകൾ അത് അവരുടെ ഹക്കാണ്, അവർക്ക് അവകാശപ്പെട്ടതാണ്. ഇസ്ലാം, അള്ളാഹിൻ്റെ പ്രവാചകൻ അവർക്ക് വേണ്ടി നീക്കി വെക്കുന്നതാണ്. അവരത് വാരി കൂട്ടാൻ തുടങ്ങി. ഈ രംഗം കുന്നിൻ്റെ മുകളിലുള്ളവർ കണ്ടു. അവർ നിഷ്കളങ്കരായിരുന്നു, അവർ സമർത്ഥരായിരുന്നു. അവർ പെട്ടെന്ന് രംഗത്തിൽ നിന്ന് വിഷയം മനസ്സിലാക്കി. യുദ്ധം കഴിഞ്ഞു എന്ന് കുന്നിൻ്റെ താഴെയുള്ള നബിയും നബിയോടൊപ്പമുള്ള സഹാബിമാരും അവരും ഉറപ്പിച്ചു കഴിഞ്ഞു. അപ്പോൾ ചിലർ പറഞ്ഞു, എന്നാൽ പിന്നെ നമുക്ക് പോകാം, നമുക്കിറങ്ങാം, നമുക്കും ഗനീമത്ത് വേണമല്ലോ. അപ്പോൾ അബ്ദുല്ലാഹി ഇബ്നു ജുബൈർ റളിയല്ലാഹു അൻഹു, അദ്ദേഹമാണല്ലോ നേതാവ്, അദ്ദേഹം പറഞ്ഞു, അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞത് ഞാൻ പറയാതെ നിങ്ങൾ കുന്നിറങ്ങരുത് എന്നാണ്. നമ്മുടെ ന്യായങ്ങൾ എന്താണെങ്കിലും നബി തിരുമേനി പറയുന്നത് യുദ്ധക്കളത്തിലാണെങ്കിലും പുറത്താണെങ്കിലും നമ്മൾ ഓരോരുത്തരുടെ ജീവിതത്തിലാണെങ്കിലും നമ്മൾ പാലിക്കേണ്ട കാര്യമാണ്. അതുകൊണ്ട് ഞാൻ അതിനോട് യോജിക്കുന്നില്ല എന്ന് പറഞ്ഞു. പക്ഷേ അപ്പോഴേക്കും സാഹചര്യങ്ങളെല്ലാം മാറിയിരുന്നു. കുന്നിൻ്റെ മുകളിലുണ്ടായിരുന്ന ആൾക്കാർ ഒരിക്കലും മോശമായിരുന്നില്ല. കാരണം അവരെ വളരെ പ്രധാനപ്പെട്ട ദൗത്യത്തിന് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിയോഗിച്ചു എന്ന് പറയുമ്പോൾ തന്നെ അവരൊക്കെ ഉന്നതരായ ആൾക്കാരും നല്ല മനുഷ്യന്മാരുമായിരുന്നു. പക്ഷേ അവരങ്ങനെ ചിന്തിച്ചു. ഒരു പക്ഷേ ശൈത്താൻ അവരെ കൊണ്ട് ഒരു നിമിഷം ചിന്തിപ്പിച്ചതായിരിക്കാം. അവരിൽ അധിക പേരും കുന്ന് ഇറങ്ങി. മുസ്ലിം സമുദായത്തിന് അവരുടെ പ്രവാചകൻ ജീവിച്ചിരിക്കെ നോക്കി നിൽക്കെ സംഭവിച്ച ആദ്യത്തെ അക്ഷന്തവ്യമായ ഏറ്റവും ഗുരുതരമായ
തെറ്റായിരുന്നു ഈ ഇറക്കം. അബ്ദുല്ലാഹി ഇബ്നു ജുബൈർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ എന്തായിരുന്നാലും നബിയെ അക്ഷരം പ്രതി അംഗീകരിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു, ഞാൻ ഇറങ്ങുന്നില്ല. അപ്പോൾ കുറച്ച് ആൾക്കാരൊക്കെ സ്വാഭാവികമായും അങ്ങനെ പറയുന്ന ആൾക്കാരുണ്ടാവുമല്ലോ. അങ്ങനെ ഒരു 6-7 ആൾ, ചില അഭിപ്രായങ്ങളിൽ 9 ആൾക്കാരെന്നാണ്, അവർ മാത്രം അവിടെ നിന്ന് ബാക്കി 40ഓളം ആൾക്കാർ അല്ലെങ്കിൽ 40-ലധികം ആൾക്കാർ കുന്നിറങ്ങി. അപ്പോൾ ഈ സമയത്ത് ഓടിപ്പോകുകയായിരുന്നു മക്ക സേന. അവരുടെ നായകൻ ഖാലിദ് ബിൻ വലീദ് തന്നെയും തൻ്റെ സേനയെയും തൻ്റെ സേനയുടെ പ്രതികാര ചിന്തകളെയും തച്ചു തകർത്ത തള്ളിയിട്ട ആ കുന്നിലേക്ക് ഒന്ന് നോക്കി. അപ്പോഴാണ് ഖാലിദ് ബിൻ വലീദ് കണ്ടത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.